ഹലോ, ഞാനിപ്പോൾ മേനകയിലാണ്, എറണാകുളം മേനകയിൽ. അപ്പം നമ്മുടെ എറണാകുളം മാർക്കറ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുവഴി നമുക്ക് ചെറിയൊരു വാക്കിംഗ് നടത്താം. അതാ നമ്മുടെ മുന്നിൽ പെൻഡ മേനക. പണ്ട് മേനക എന്ന് പറഞ്ഞ തിയേറ്ററായിരുന്നു. അപ്പോൾ അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അവിടെയാണ് ഉള്ള മൊബൈൽ ഷോപ്പ് മുഴുവനും ഉള്ളത്. അപ്പുറത്ത് മഹാറാണി ജുവലേഴ്സ്. നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം, എന്നിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് നടക്കാം. അവിടെ ഒരു ഹോട്ടലുണ്ട്, നോക്കാം അവിടെ തിരക്കുണ്ടോയെന്ന്. ഒരു ചെറിയ ഹോട്ടലാണ്, മറ്റിടത്തൊക്കെ ഭയങ്കര തിരക്കാവുണ്ട്. ഇവിടെ കയറി പൊറോട്ടയും ചില്ലി ബീഫ് കഴിച്ചിട്ട് കുറേ നാളായി. എന്താവുമോ എന്തോ. നമ്മൾ കഴിച്ച ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ മറീൻ. അത്ര സെറ്റപ്പൊന്നുമില്ല. ചില്ലി ബീഫ് ഒടുക്കത്തെ ഉപ്പാണ്. ബംഗാളികളാണ് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. ബംഗാളിൽ എല്ലാ ഫുഡിലും ഉപ്പ് അധികമാക്കി നമ്മുടെ മലയാളികളെ കൊല്ലുമെന്ന് തോന്നുന്നു. അവിടെ ബസ് ബേ പോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഷൺമുഖം റോഡിലാണത്. റോഡ് സൈഡൊക്കെ കച്ചവടക്കാരുണ്ട്. ഒരു ഫുട്വെയർ കട. അവിടെ ഒരു അന്നപൂർണ വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു അല്ലേ? നേരത്തെ വേറെ എന്തോ ആയിരുന്നല്ലോ അവിടെ. റിലയൻസ് ട്രെൻഡ്സ് ഇത് അവിടെ കാണാം, ഓപ്പോസിറ്റ് സൈഡിൽ GCDയുടെ ഒക്കെ അടുത്ത്. അപ്പുറത്ത് സിൽക്കോൺ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്. ഇതുവരെ കയറിയിട്ടില്ല അവിടെ. അവിടെ നല്ല തിരക്കാണ്. വൈകുന്നേരം ഒടുക്കത്തെ തിരക്കാണ്. പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈവനിങ് ടൈമിൽ. മെഗാ ജുവലേഴ്സ് ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നമ്മളിപ്പോൾ നടക്കുന്നത് ജൂ സ്ട്രീറ്റിലൂടെയാണ്. ബാഗിൻ്റെ കട, അതുപോലെ ഫാൻസി ഐറ്റംസൊക്കെ ഒത്തിരി ഉള്ളൊരു സ്ട്രീറ്റാണ് ജൂ സ്ട്രീറ്റ്. ഫോട്ടോ ചൂലുണ്ട് ഒരു ജൂ സ്ട്രീറ്റ്. നമ്മൾ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടേക്ക് വന്ന് ഒത്തിരി പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ട് ഷോപ്പിലേക്ക് വേണ്ടി. ഹോൾസെയിൽ കടകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. ഇത് ബ്രോഡ്വേ ആൻഡ് ജൂ സ്ട്രീറ്റിൻ്റെ ജംഗ്ഷനാണിത്. ജൂ സ്ട്രീറ്റ് അങ്ങ് പോകും നമ്മൾ പത്മ വരെ. ഇങ്ങോട്ട് പോയാൽ നമുക്ക് മാർക്കറ്റിലേക്ക് നടക്കാം. ചക്യാർ ബ്രദേഴ്സിൻ്റെ വർഷങ്ങൾ മുമ്പുള്ള ഒരു ബിൽഡിങ്ങാണ്. മർച്ചൻസ് ആൻഡ് ഏജൻറ്റ്സ്, ടിമ്പർ, ഹാർഡ്വെയർ, ഷിപ്പിംഗ്. വളവി ഗ്രീറ്റിംഗ് കാർഡിൽ ഇൻവിറ്റേഷൻ കാർഡ്. ഇവിടെ എങ്ങാണ്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, നാഷണൽ ഗിഫ്റ്റ് ആൻഡ് ക്രോക്കറി. ഹോൾസെയിൽ കടയാണ്. അവിടെ ഈ ഹോം ഡെക്കർ ഐറ്റംസൊക്കെ ഹോൾസെയിൽ കിട്ടുന്നതാണ്. ഒരു സ്റ്റെയർ കയറി പോകണമായിരുന്നു. ഇവിടെ തന്നെ നമ്മളവിടെ 2-3 പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് ആ സ്റ്റെയർ കയറി പോകുന്നത്. എറണാകുളം മാർക്കറ്റ്. കോഴി, ഉണക്കമീൻ, പായ, കൊട്ടക്കറി മസാലകൾ, സവാള, വെളുത്തുള്ളി, ആയുർവേദ പച്ചമരുന്നുകൾ, പേപ്പർ പ്ലേറ്റ്, ഗ്ലാസ്, പാക്കിംഗ് ഐറ്റംസൊക്കെ കിട്ടുന്ന സ്ഥലം. ഇതൊക്കെ ടെമ്പററി സെറ്റപ്പാണ്. അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് എല്ലാം ഇങ്ങോട്ട് മാറ്റിയതാണ്. CITയുടെ ഉണക്കമീൻ വ്യാപാരം മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടും. കോട്ടൺ സ്റ്റോഴ്സ്. നല്ല സ്മെല്ലാണ്. ഉണക്കമീൻ, ഉണക്കച്ചെമ്മീനൊക്കെയാണ്. അങ്ങോട്ട് കോഴി. സ്റ്റോഴ്സ്, ഡീലേഴ്സും സ്റ്റേഷനറി, സിഗരറ്റ്സ്. ഇവിടെയും പഴങ്ങൾ, ഫ്രൂട്ട്സ് ആണല്ലോ. എറണാകുളം മാർക്കറ്റ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊക്കെ വെജിറ്റബിൾ ഏരിയാസാണ്, വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ. താൽക്കാലിക സെറ്റപ്പാണെല്ലാം. അവിടെ നമുക്ക് ഓറഞ്ച് മേടിക്കാം. എല്ലാം ടെമ്പററി സെറ്റപ്പാണ്. പുതിയ മാർക്കറ്റ് വരുമ്പോൾ ഇവിടെ നിന്നെല്ലാം അങ്ങോട്ട് മാറും. ഫാനൊക്കെ ഉണ്ട്.
പച്ചക്കറി കടകളാണ് എല്ലായിടത്തും. ഈ ഒരു ബിൽഡിംഗ് മുഴുവൻ പച്ചക്കറിയാണ്. ഇത് മാർക്കറ്റ് റോഡാണ്. മാർക്കറ്റ് റോഡും ബ്രോഡ്വേയും ചേരുന്നത് അവിടെ ജംഗ്ഷനുണ്ട്. ഫ്രൂട്ട് സ്റ്റാളുകളൊക്കെ കാണാം. തിരിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ച് ഓറഞ്ച് മേടിക്കാം. നമുക്ക് അങ്ങോട്ട് നടക്കാം. നല്ല വെയിലുള്ള സമയം നമ്മൾ വന്നത്. ഇവിടെ ഹോമിയോ ക്ലിനിക്കോ, പച്ചക്കറി മാർക്കറ്റ്. ഒരു സൈഡിൽ പച്ചക്കറി ആണെങ്കിൽ മറ്റേ സൈഡിൽ പലചരക്കാണ്. ചക്കിയ ട്രേഡേഴ്സ്, ന്യൂ പുഷ്പ, ബിരിയാണി റൈസ് ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റ്. താൽക്കാലിക ഷെഡാണ് ഇതൊക്കെ. ബേസിൻ റോഡ്, നമ്മളിപ്പോൾ നടക്കുന്ന റോഡിൻ്റെ പേര് ബേസിൻ റോഡ് എന്നാണ്. അവിടെ മാർക്കറ്റിലേക്ക് പുതിയ ബിൽഡിങ്സൊക്കെ വരുന്നുണ്ട്. കുറേ ഷോപ്പുകളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ ചില ബിൽഡിങ്ങുകളൊക്കെ വരുന്നു എന്ന് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നു. നാരങ്ങയുടെ കച്ചവടം. അവിടെ വേറെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ വരുന്നുണ്ട്. നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ കാണുന്ന പോലെ, ചിക്പേട്ട കെയർ മാർക്കറ്റിലൊക്കെ കാണുന്ന പോലെ ഷോപ്പിങ്ങിന് വേണ്ടി ഉള്ളതായിരിക്കണം, ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരിക്കണം. അതൊക്കെ വന്നാൽ കുറച്ച് വൃത്തിമെടുപ്പൊക്കെ വരും ഇവിടെയൊക്കെ. ഇത് നമ്മുടെ ബിൽഡിംഗ് ആണല്ലോ. ഇതിനകത്തും എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നടന്ന് വേറെ ഏതോ സ്ട്രീറ്റിലെത്തി. അങ്ങോട്ട് പോയാലും കുറേ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ പച്ചക്കറി, കായ, ചക്കിയാത്ത് ഓയിൽ മിൽസ്. ചക്കിയാത്തുകാർക്ക് കുറേ ഉണ്ട്. ഇവിടെ എവിടെയാണ്, രഘുവരല്ലോ ആ ഭാഗത്ത് അങ്ങോട്ട് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, ചക്കിയാത്ത്. ഓറഞ്ച് 2 കിലോ 100 രൂപ. പച്ചക്കറിയും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാണ്. ഇവിടെ ബനാന മർച്ചൻസ് ഉണ്ട്. പ്രേംരാജ് കറി പൗഡേഴ്സ് ആൻഡ് പപ്പടം. ഇവിടെ വെളിച്ചെണ്ണ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടും. റോയൽ സ്പൈസസ്, ചെറിയ സ്നാക്സൊക്കെ വിൽക്കുന്ന കട, ചെറുകടികൾ. ഇവിടെയും ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നുണ്ട്, അവിടെയും വരുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ക്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിക്കുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. ഫിഷ് മാർക്കറ്റ്, മീറ്റ് മാർക്കറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. മാർക്കറ്റിന് നടുക്കയിൽ കൂടെയുള്ള കനാലാണ്. ഞാൻ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, അത്ര അടിപൊളിയാണത്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്തും. അവിടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഹൈക്കോർട്ട്. ഫുൾ ബനാന മർച്ചൻസ് ആണല്ലോ. കായ, പഴം, അങ്ങനെ എല്ലാവിധ ബനാന ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഹോൾസെയിലായിട്ട് മേടിച്ചുകൊണ്ട് പോകാം, നമുക്ക് റീറ്റെയിലായിട്ട് വിൽക്കാം. ഇത്രയൊക്കെ ഉള്ളു മാർക്കറ്റ്. സംഭവം പുതിയ ബിൽഡിങ്ങൊക്കെ ഒന്ന് സെറ്റപ്പ് ആവട്ടെ, അപ്പോൾ നമുക്കൊരു വരവൂടെ വരാം. ഇവിടെയൊക്കെ അടിപൊളിയാവും. അടിപൊളിയാ മാർക്കറ്റിൻ്റെ ലുക്ക് വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല ഷോപ്പുകാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് അവരവിടെ താൽക്കാലികമായുള്ള കടകൾ കെട്ടി അവരുടെ കച്ചവടം നടത്തുകയാണ്. അവർക്കിനി അവിടെയൊക്കെ ഷോപ്പ് കൊടുക്കും. എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിർമ്മാണമൊക്കെ. ബ്രോഡ്വേ, ബേസിൻ റോഡ്. ബ്രോഡ്വേ തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ നടക്കുന്നത്. നമ്മളങ്ങോട്ട് കണ്ടില്ലേ, വളവി വെഡ്ഡിങ് കാർഡുകളൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലം.
2024 ഡയറീസ് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും. എന്തിനാണ് ഡയറി? തോക്കുകൊണ്ട് വെടിവെച്ച് പേടിപ്പിക്കുന്നു. എന്തായാലും തിരിച്ച് ബ്രോഡ്വേ കൂടെ നടന്നു പോകാം. ബ്രോഡ്വേ എപ്പോഴും പിന്നെ തിരക്കുള്ളതാണ്. വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കായിരിക്കും. പിന്നെ ആഘോഷ സമയം, അതായത് ന്യൂ ഇയറൊക്കെ വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ ഒടുക്കത്തെ തിരക്കായിരിക്കും. ഇവിടെയും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അവിടെ ഒരെണ്ണം വരുന്നുണ്ട്. പൂവത്തിങ്കൽ ഇമിറ്റേഷൻ ജ്വല്ലറി. ഇവിടെയും ഒത്തിരി ഹോൾസെയിൽ കടകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ടോയ്സ്, ഫുഡ് ടോയ്സ്, അങ്ങനെ പല പല കടകൾ. ജെട്ടികൾ, റോഡ്വേ ജെട്ടികൾ. ഇവിടെ ഗിരിപ്പൈ ജ്വല്ലേഴ്സ് ഉണ്ടല്ലോ. ഇത് മെയ്ത്തർ ബസാർ. ഒത്തിരി ഫാൻസി ഐറ്റംസ്, ടോയ്സൊക്കെ വിൽക്കുന്ന കടകളാണ് ഇതിനകത്തുള്ളത്. പലപ്പോഴും ഇതിനകത്തിൽ കൂടെ നടക്കുകയും പല പല പർച്ചേസുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടേക്കോ എന്താ പറയുക, ഫാൻസി ഐറ്റംസ് കിട്ടുന്ന കടകളുണ്ട്. നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ. ഡാൻസിനൊക്കെ പറ്റിയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടും. അതുകൊണ്ട് പ്ലാസ്റ്റിക് പൂക്കളൊക്കെ, എല്ലാം പ്ലാസ്റ്റിക് ഫാൻസി കളക്ഷൻസാണ്. ഒരു സ്ഥലത്ത് ഒരേപോലത്തെ ഷോപ്പുകളായിരിക്കും എല്ലാം. അതുകൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏരിയ പോയാൽ മതി. കുറേ കടകൾ കയറി ഇറങ്ങി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. എല്ലാം അതല്ലേ, നോക്കിക്കേ. സ്റ്റാർ ഏജൻസീസ്, അവിടെ ലൈറ്റ് ഷെയ്ഡൊക്കെ വിൽക്കുന്ന കട കാണാം. ടോപ്പ് ഡോൾസ്. ബ്രോഡ്വേയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസ്. ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. ജീൻസിന് 299. നോക്കണം. ഓറഞ്ച് ഒരു കടയുടെ പേരാട്ടോ. ഇവിടെ ജീൻസൊക്കെ എത്രയാണ്? 299 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കയറി നോക്കി, എനിക്ക് അത്ര വലിയ കംഫർട്ടായിട്ടൊന്നും തോന്നിയില്ല. കുറച്ചുകൂടി നല്ലത് നോക്കണമെങ്കിൽ 10-600 രൂപ. അത് അതിനേക്കാളും നല്ല ബ്രാൻഡഡ് കിട്ടും. ഇവിടെ ഈ കച്ചറ സാധനം, അത് തുണി ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. ഇതേതാ? ഫുഡ് വെയർസ് ആൻഡ് ട്രാവലിംഗ് ഗുഡ്സ്. നമുക്ക് വല്ല സ്റ്റുഡിയോയിലും പോയി മേടിക്കാം. അതുപോലെ നമുക്ക് സമാധാനത്തോടെ നോക്കി തിരഞ്ഞെടുക്കാം. ബ്രോഡ്വേയിലേക്കുള്ള കവാടം ഇതാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് കൊച്ചി. വീതി പറഞ്ഞ വഴിയാണെങ്കിലും വണ്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ GCD പോയിട്ട് ഒരു ഷേക്ക് കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോകാം. ഇതൊക്കെ ഇവിടുത്തെ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സാണ്. GCDA മറൈൻ ഡ്രൈവ് ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇവിടെയും മൊബൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലും കൂടുതൽ പെൻറ്റാമേലയിലാണെന്നുള്ളൂ. ഷാർജ ഷേക്ക് നിറഞ്ഞു പോയി. മറൈൻ ഡ്രൈവ് വാക്ക് വേ ആണിത്. ഷിപ്പ്യാർഡിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്. അവിടെ എന്താണത്? ഒരു നൗക ബോട്ടല്ലോ, ചെറു ഷിപ്പല്ലേ അത്. കാണുന്നതാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡറൽ ടവർ. മറൈൻ ഡ്രൈവിൽ കാറിൽ വരികയാണെങ്കിൽ പാർക്കിങ്ങിന് ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത്.
ഇവിടെയൊക്കെ ചെടി അടിഞ്ഞ് ആകെ കുളമായി. നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. ഇപ്പോൾ ചെടി അടിഞ്ഞ് കയറി വളരെ മോശമായിരിക്കുന്നു. ഇവിടുത്തെ റെയിൻബോ ബ്രിഡ്ജ്. വൈകുന്നേരം തന്നെ ഒന്നാ അസുഖം. ഈ വെയിലത്തൊക്കെ അവിടെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. തണുത്ത മുന്തിരി സോഡ. നമ്മളവിടെ കണ്ട മാർക്കറ്റിൽ കണ്ട തോടിൻ്റെ ബാക്കി ഭാഗമാണത്. അവിടെ പാർക്കിംഗ് ഏരിയ കാണാം. നൈറ്റിലും കൂടെ എൻട്രി ഇല്ലയെന്ന് തോന്നുന്നു. ചില നിയന്ത്രണങ്ങളൊക്കെ വന്നു എന്നും അതിനെതിരെ പ്രതിഷേധമൊക്കെ കേട്ടായിരുന്നു ന്യൂസിൽ. ഞാൻ നൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് കസിൻസ് കേട്ടൊക്കെ. നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കാൻ. സമയത്തും ബോട്ടിങ്ങൊക്കെ ഉണ്ട്. അവിടെ പിള്ളേർ ഡാൻസൊക്കെ കളിക്കണം അതിനകത്ത്. സൺസെറ്റ് ടൈമിൽ ബോട്ടിങ് നടത്തണം. കാമുകന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണിത്. നമ്മൾക്ക് ഈ താഴത്ത് കുറച്ച് നേരം നിൽക്കാം. അവിടെ ഇപ്പോൾ ഇരുന്നുള്ള കുഴപ്പമൊന്നുമില്ല. ഈ കാക്കകളുണ്ട് മുകളിൽ, അത് കാഷ്ടിച്ച് നമ്മളെ വൃത്തികേടാക്കും. കാക്കയുണ്ട്, പ്രാവുണ്ട്. നമ്മളങ്ങനെ വീണ്ടും പെൻറ്റാമേനയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. പെൻറ്റാമേനയുടെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു കേരള ട്രേഡ് സെൻറ്റർ. ബിൽഡിംഗ് പണിതെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നുമല്ല. ഇതുവരെയായിട്ട് ഒരു ഷോപ്പോ ബിസിനസ്സോ ഒന്നുമില്ല. അവിടെ തെരുവുഷം ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ബോർഡുണ്ട്. ബോർഡ് എന്താ പറയുക, ഒരു എന്തോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അതവിടെ വർക്കിംഗ് ആണോ എന്നറിയില്ല. നമ്മൾ തിരിച്ച് ബൈക്ക് പാർക്ക് ചെയ്തോട്ട് വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.